Eldhose യൂട്യൂബിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് എൽദോസ്. അപ്പോൾ റെഡ്മിയുടെ ഏറ്റവും പുതിയ ഫോണായിട്ടുള്ള റെഡ്മി 10s ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അത് റെഡ്മി 10 സീരീസിൽ ഒരു ലേറ്റസ്റ്റ് ഫോണാണ്. അപ്പോൾ റെഡ്മി 7sന് ശേഷം നമുക്ക് 7 സീരീസിൽ ഫോണുകളൊന്നും കാണാൻ സാധിച്ചില്ല. അപ്പോൾ ഇപ്പോഴാണ് ഇവർ 10s എന്ന് പറഞ്ഞൊരു പുതിയ മോഡൽ 10 ലോഞ്ച് ചെയ്തിരിക്കുന്ന സീരീസിൽ. അപ്പോൾ ഒരു നല്ല ഫോൺ തന്നെയാണ്, മികച്ചൊരു ഫോൺ തന്നെ പറയാം. പക്ഷേ അത്ര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഫോണാണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. എന്നാൽ നമുക്ക് തീർച്ചയായിട്ടും സ്പെക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് അനലൈസ് ചെയ്യാം. അപ്പോൾ നമുക്ക് നോക്കാം റെഡ്മി നോട്ട് 10 പ്രോയ്ക്കും റെഡ്മി നോട്ട് 10നും ഇടയിൽ ലോഞ്ച് ചെയ്തിരിക്കുന്ന ഈ ഫോൺ എത്രമാത്രം വാല്യൂ ഫോർ മണിയാണ്, കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്, സ്പെക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഫോണിൻ്റെ സ്പെക്ക് നമ്മൾ സ്റ്റാർട്ടിങ് ചെയ്യാൻ ഡിസ്പ്ലേ തന്നെ നോക്കുകയാണെങ്കിൽ ഒരു സൂപ്പർ ആംബോൾഡ് ഡിസ്പ്ലേ ആണ് വരുന്നത്. ഒരു 60 ഹെർട്സിൻ്റെ ഒരു നോർമൽ സൂപ്പർ ആംബോൾഡ് ഡിസ്പ്ലേ ആണ് വരുന്നത്. ഫോണിൻ്റെ പ്രൈസ് സ്റ്റാർട്ടിങ് ചെയ്യുന്നത് 15,000 രൂപയ്ക്കാണ്. അപ്പോൾ ഫോൺ നമുക്ക് 12,500 രൂപയ്ക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന റെഡ്മി നോട്ട് 10ലുള്ള അതേ സെയിം ഡിസ്പ്ലേ തന്നെയാണ് ഇതിനകത്ത് വരുന്നത്. വ്യത്യാസങ്ങളൊന്നും കാണുന്നില്ല. ഈ റെഡ്മി നോട്ട് 10ഉം നമ്മുടെ ഈ ഫോണും തമ്മിൽ വ്യത്യാസം വരുന്നത് ആകെ പ്രൊസസ്സറിലും ജസ്റ്റ് ക്യാമറയിലും മാത്രമാണ്. ബാക്കിയെല്ലാം കാര്യങ്ങളെല്ലാം സെയിം തന്നെയാണ്. അപ്പോൾ നമുക്ക് പിന്നീട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ക്യാമറ വരുന്നത് 64 MB ആണ്. നമുക്ക് നോട്ട് 10ൽ വരുന്നത് 48 MB ആണ്. അപ്പോൾ 64 MB ക്യാമറ, പിന്നെ 8 MB വൈഡ് ആംഗിൾ ക്യാമറ, പിന്നെ 2 MB മാക്രോ, പോർട്രേറ്റ്, അങ്ങനെ മൊത്തം 4 ക്യാമറകളാണ് ബാക്കിൽ വരുന്നത്. ഫ്രണ്ടിൽ 13 MB ക്യാമറയാണ് വരുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ക്യാമറയുടെ കാര്യങ്ങൾ വരുന്നത്. പിന്നെ ഇതിന് 5000 mAh ബാറ്ററിയാണ് വരുന്നത്. അതുപോലെ തന്നെ 33 വാട്ട് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടഡ് ആണ്. അത് ഫാസ്റ്റ് ചാർജർ ബോക്സിൽ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഏകദേശം സ്പെക്ക് കാര്യങ്ങളൊക്കെ ഇത് ഇങ്ങനെയാണ് വരുന്നത്. സൈഡ് മൗണ്ട് ഫിംഗർ പ്രിന്റ് സെൻസറാണ് വരുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ നോട്ട് 10 സീരീസിൻ്റെ എല്ലാം അല്ലെങ്കിൽ നോട്ട് സീരീസിൻ്റെ എല്ലാം 10 സീരീസിൽ വരുന്ന എല്ലാം നല്ല ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. ആ സെയിം ഡിസൈൻ തന്നെയാണ് ഈ 10sനും കിട്ടിയിരിക്കുന്നത്. നല്ല രീതിയിലുള്ള ഡിസൈനും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു മികച്ച ഫോണാണ്. പക്ഷേ എന്നിരുന്നാലും ഒരു 15,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് ഇത് വന്നിരിക്കുന്നത്. അപ്പോൾ ഒരു ബഡ്ജറ്റ്, ഒത്തിരി ബഡ്ജറ്റുള്ള ഒരു, ഇപ്പോൾ നമുക്ക് കാണാം 12,500 നമുക്ക് ഇത്രയും സ്പെക്ക്, AMOLED ഡിസ്പ്ലേ, 48 MB ക്യാമറ മുതൽ എല്ലാ സ്പെക്കും നമ്മൾ ഓൾറെഡി കണ്ടതാണ്. ഫാസ്റ്റ് ചാർജർ ബോക്സിൽ നമ്മൾ കണ്ടതാണ് ആ ഒരു ഇതിലേക്ക്. അപ്പോൾ ഒരു 90 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റും കുറച്ചുകൂടെ നല്ലൊരു പ്രൊസസ്സറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് കൊണ്ടുവരായിരുന്നു ഒരു വാല്യൂ ഫോർ മണി ആയിട്ട്. ഇനി ഇതിൻ്റെ പെർഫോമൻസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് വരുന്നത് MediaTekൻ്റെ G95 എന്ന് പറഞ്ഞ ഒരു ഗെയിമിംഗ് പ്രൊസസ്സറാണ്. നല്ലൊരു പ്രൊസസ്സറാണ്. ഒരു മിഡ് റേഞ്ച് സീരീസിലൊക്കെ കാണാൻ സാധിക്കുന്ന ഒരു നല്ല ഗെയിമിംഗ് പ്രൊസസ്സറാണ്. ഇത് നമുക്ക് റിയൽമി 8ൽ വരുന്ന സെയിം പ്രൊസസ്സറാണ്. സെയിം റേറ്റ് തന്നെയാണ് റിയൽമി 8ഉം. അതായത് 15,000 രൂപയാണ് സ്റ്റാർട്ടിങ് വരുന്ന റിയൽമി 8നും. രണ്ട് ഫോണും സ്പെക്ക് വൈസ് സെയിം ആണ്. റിയൽമി 8ഉം റെഡ്മി നോട്ട് 10ഉം സ്പെക്ക് വൈസ് സെയിം ആണ്. അപ്പോൾ ഈ രണ്ട് ഫോണും വലിയ വ്യത്യാസങ്ങളും കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് ഏത് UI ആണ്, ഇപ്പോൾ MI ഇഷ്ടമുള്ളവർക്ക് റെഡ്മിയുടെ 10s എടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് റിയൽമിയുടെ UI ആണ് താല്പര്യമെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും റിയൽമി 8 പരിഗണിക്കാം. രണ്ടിൻ്റെ ക്യാമറ ബാക്കിയെല്ലാം സ്പെക്കൊക്കെ സെയിം തന്നെയാണ്. എല്ലാം ഒരേ ക്വാളിറ്റിയാണ് വരുന്നത്. ഡിസ്പ്ലേയും എല്ലാം സെയിം തന്നെയാണ് വരുന്നത്. അപ്പോൾ ഏത് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പരിഗണിക്കാം. അപ്പോൾ റെഡ്മിക്ക് കുറച്ചുകൂടെ ബഡ്ജറ്റിൽ കൊണ്ടുവരാൻ അവർക്ക് ഒരു നല്ലൊരു റിഫ്രഷ് റേറ്റോ അല്ലെങ്കിൽ കുറച്ചുകൂടെ നല്ല പ്രൊസസ്സറോ ഒക്കെ വയ്ക്കുമായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഒരു ബഡ്ജറ്റ് സീരീസിൽ നല്ലൊരു ഫോൺ തന്നെ പറയാനായിട്ട് സാധിക്കും. ഇത് നല്ലൊരു ഫോൺ തന്നെയാണ്. പക്ഷേ കുറച്ച് ഓവർ പ്രൈസ്ഡായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെന്നൊരു ഡൗട്ട്. കാര്യം 12,500 നമ്മൾ ഈ സ്പെക്ക് എല്ലാം കണ്ടതാണ്. അതിൻ്റെ ഇടയ്ക്ക് ജസ്റ്റ് ക്യാമറ ഒന്ന് ഇമ്പ്രൂവ് ചെയ്ത് ജസ്റ്റ് പെർഫോമൻസിൽ ഒരു ഡിഫറൻസ് കൊണ്ടുവന്നിട്ട് 15,000 രൂപയ്ക്ക് വെക്കുമ്പോൾ അത് സ്വാഭാവികമായിട്ടും നമുക്ക് അത്ര ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്ന് പറയാൻ പറ്റത്തില്ല. ഇതിൻ്റെ സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് 18-ാം തീയതിയാണ്. MI.comലും ഉണ്ട്, ആമസോണിലും ആണ് ഇതിൻ്റെ എക്സ്ക്ലൂസീവായിട്ട് സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു 15,000 രൂപയ്ക്ക് ഒരു മികച്ച ഫോൺ തന്നെ പറയാം. പക്ഷേ ഒരു വലിയ ബഡ്ജറ്റ് ഫ്രണ്ട്ലി അല്ല. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ വലിയൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി നമുക്ക് പറയാനായിട്ട് സാധിക്കത്തില്ല. നമുക്ക് റെഡ്മി നോട്ട് 10ഉം ഈ നോട്ട് 10സും തമ്മിൽ വലിയ ഡിഫറൻസ് കാര്യങ്ങളൊന്നും വരുന്നില്ല എന്ന് പറഞ്ഞു. ജസ്റ്റ് പെർഫോമൻസിൻ്റെ ഒരു ഡിഫറൻസ് ഉണ്ട്. പ്രൊസസ്സറിൽ ഒരു ചെറിയ ഡിഫറൻസ് വരുന്നുണ്ടെന്നല്ലാതെ, ക്യാമറയിൽ ചെറിയൊരു മാറ്റം ഉണ്ടെന്നല്ലാതെ വലിയ വ്യത്യാസങ്ങളൊന്നും കാണുന്നില്ല. പിന്നെ നിങ്ങൾക്ക് അറിയാം കോൾകോമിൻ്റെ പ്രൊസസ്സറാണ് റെഡ്മി നോട്ട് 10ൽ യൂസ് ചെയ്യുന്നത്. ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി പ്രൊസസ്സർ തന്നെയാണ്. എന്തുവന്നാലും 48 MB ക്യാമറയുടെ നല്ലൊരു ഇമേജ് സിഗ്നലിംഗ് പവറൊക്കെ കോൾകോമിൽ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ MediaTekൽ നമുക്ക് ആ ഒരു ക്വാളിറ്റി എക്സ്പെക്ട് ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് റിയൽ ടൈം ഫോൺ യൂസ് ചെയ്ത് നോക്കിയിട്ട് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഏകദേശം ക്യാമറകളൊക്കെ സെയിം തന്നെയായിരിക്കും. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ബഡ്ജറ്റ് നോക്കുന്നവർക്ക് റെഡ്മി നോട്ട് 10 തന്നെ പരിഹരിക്കാം. നോട്ട് 10s നോക്കേണ്ട ആവശ്യമില്ല. ഗെയിമിംഗ് കുറച്ചുകൂടെ നല്ല PUBG ഒക്കെ കളിക്കുന്നവർക്ക്, കുറച്ചുകൂടെ നല്ല ഗെയിം കളിക്കുന്നവർക്ക് മാത്രം ഈ നോട്ട് 10സിലേക്ക് പോകേണ്ട ആവശ്യമുള്ളൂ. ബാക്കി എല്ലാ സ്പെക്ക് വൈസും രണ്ട് ഫോണും സെയിം ആണ്. അപ്പോൾ ഇതുപോലെ പുതിയ ഫോണുകളെല്ലാം നമ്മൾ ലോഞ്ച് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ വീഡിയോകൾ കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും പുതിയ ഫോണിൻ്റെ വീഡിയോകൾ കാര്യങ്ങളെല്ലാം കിട്ടുന്നതിനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഫോൺ നിങ്ങൾക്ക് വെർത്തായിട്ട് തോന്നുന്നുണ്ടോ? അതായത് 15,000 രൂപയ്ക്ക് ഈ ഒരു ഫോൺ വെർത്താണ്, നിങ്ങൾക്ക് വാങ്ങിക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ടെക്നോളജിയുള്ള വീഡിയോ അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ ബൈ.